അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക് പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കി തരട്ടെ, നമ്മളുടെ വിഷമങ്ങൾ അകറ്റി തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കാൻ പോകുന്നത്, നമ്മൾ എന്ത് കാര്യം തുടങ്ങിയാലും അതിൽ വിജയം കൈവരിക്കാൻ, അതിൽ അല്ലാഹുവിൻ്റെ റഹ്മത്തും ബറക്കത്തും ലഭിക്കാൻ നാം തുടങ്ങുന്ന കാര്യങ്ങൾക്ക് മുമ്പ് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. അല്ലാഹു പഠിക്കാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒന്നാമതായി ചെയ്യേണ്ടത് നിയ്യത്ത് നന്നാക്കുക എന്നുള്ളതാണ്. നല്ല നിയ്യത്തോടുകൂടെ, നല്ല വിചാരത്തോടുകൂടെയാണ് ഏത് കാര്യവും നാം തുടങ്ങേണ്ടത്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത് നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലാതെ ഏത് കാര്യം തുടങ്ങിയാലും അതിൽ ബറക്കത്തുണ്ടാവുകയില്ല എന്ന് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ബിസ്മി ചൊല്ലി ഒരു കാര്യം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ വലിയ ബറക്കത്തും വലിയ സന്തോഷവും ലഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ നാം ചെയ്യുന്ന കാര്യങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിലെ വളരെ പ്രധാനപ്പെട്ട 2 ഇസ്മുകൾ ചൊല്ലേണ്ടതുണ്ട്. ഏതാണ് ആ ഇസ്മ? യാ അവ്വലു യാ ആഖിറു, യാ അവ്വലു യാ ആഖിറു, യാ അവ്വലു യാ ആഖിറു എന്നിങ്ങനെ 11 പ്രാവശ്യം ചൊല്ലുക. അതോടൊപ്പം തന്നെ നാം ഉദ്ദേശിച്ച കാര്യം ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും 11 പ്രാവശ്യം യാ അവ്വലു യാ ആഖിറു, യാ അവ്വലു യാ ആഖിറു എന്ന ഇസ്മ 11 പ്രാവശ്യം പറയുക. അതിനുശേഷം അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് 3 പ്രാവശ്യം പറയുക. എന്നാൽ നമ്മളുടെ ഏത് കാര്യത്തിലും വിജയം കൈവരിക്കാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. യാ അവ്വലു എന്ന് പറഞ്ഞാൽ ഒന്നാമതായി ഉള്ളവനെ എന്നാണ് അർത്ഥം. യാ ആഖിറു എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനമായി ഉള്ളവനെ എന്നാണ് അർത്ഥം. ഇത് ആത്മാർത്ഥതയോടുകൂടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. ബറക്കത്തിന് വേണ്ടി നമ്മൾക്കൊരു 11 പ്രാവശ്യം ഈ ഇസ്മ പറയാം. യാ അവ്വലു യാ ആഖിറു, 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 യാ അവ്വലു യാ ആഖിറു. സ്വീകരിക്കണേ റബ്ബേ, കബൂൽ ചെയ്യണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും വിജയം നൽകണേ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.